മസിൽ ബിൽഡിങ്ങിനും അത്ലറ്റിക് പെർഫോമൻസും ഉയർത്തുവാൻ വേണ്ടി വളരെ സേഫ് ആയിട്ടുള്ള സപ്ലിമെന്റ് ആണ് ക്രിയാറ്റിൻ എന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് മസിൽ ഗ്രോത്ത് ഫാസ്റ്റ് ആക്കാനും സ്ട്രെങ്ത് കൂട്ടുവാനും കൂടാതെ സൈസ് വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നതാണ്. ഇന്ന് മോഡേൺ സ്പോർട്സ് ഫീൽഡിൽ ക്രിക്കറ്റേഴ്സ് ആയാലും ഫുട്ബോളേഴ്സ് ആയാലും ബോഡി ബിൽഡേഴ്സ് ആയാലും ബോക്സേഴ്സ് ആയാലും ഇവരെല്ലാവരും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന സപ്ലിമെന്റ് ആണ് ക്രിയാറ്റിൻ. ഇത് നിങ്ങൾ ഉപയോഗിക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ സയൻസ് പ്രകാരം അത് യൂസ് ചെയ്യേണ്ട രീതിയിൽ മാത്രം യൂസ് ചെയ്താലേ അതിന്റെ ഗുണം കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ മുഴുവൻ കാണുകയും ചെയ്യും വേണം. അതുകൊണ്ടുള്ള ഗുണം നിങ്ങളുടെ ക്രിയാറ്റിന്റെ ഇൻടേക്കിന്റെ ബെനിഫിറ്റ് കൂട്ടുവാൻ സഹായിക്കുന്നു. ക്രിയാറ്റിൻ അത് നമ്മുടെ ശരീരത്തിൽ നാച്ചുറലായിട്ട് ഉത്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ഇങ്ങനെ പറഞ്ഞെങ്കിലും എല്ലാവരുടെ ഇടയിലും ഇതൊരു സ്റ്റീറോയിഡ് ആണോ എന്നുള്ളൊരു സംശയം നിലനിൽക്കുന്നു. എന്നാൽ അങ്ങനെയല്ല. പല പഠനങ്ങളും ക്രിയാറ്റിൻ സേഫ് സപ്ലിമെന്റ് ആണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഫിഷ്, പോർക്ക്, ചിക്കൻ എന്നുള്ള എല്ലാത്തിലും ക്രിയാറ്റിൻ ഉണ്ടെങ്കിൽ തന്നെയും ഡെയിലി ബേസിസിന് തികയുന്നില്ല. കാരണം ഇവ പാകം ചെയ്യുമ്പോൾ ഇതിനുള്ള ക്രിയാറ്റിന്റെ പകുതി ഭാഗവും നഷ്ടപ്പെടുന്നു. ഇത് നമ്മുടെ ശരീരത്തിലെ ഒരു എനർജി സോഴ്സ് പോലെ വർക്ക് ചെയ്യുന്നു. പ്രത്യേകിച്ച് ഹൈ ഇന്റൻസിറ്റി വർക്കൗട്ട് നമ്മൾ ചെയ്യുന്നത് എങ്കിൽ, ഉദാഹരണത്തിന് സ്പ്രിന്റ്, ബെഞ്ച് പ്രസ് ചെയ്യുമ്പോൾ ക്രിയാറ്റിൻ എക്സ്ട്രാ സോഴ്സ് ഓഫ് എനർജി നൽകുന്നു. സോ ക്രിയാറ്റിൻ സപ്ലിമെന്റ് എടുക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് ഉള്ളതിനേക്കാൾ 30% കൂടുതൽ സാച്ചുറേഷൻ നമുക്കതുകൊണ്ട് ലഭിക്കുന്നു. ഈ ഇൻക്രീസ് നിങ്ങൾ സപ്ലിമെന്റേഷൻ വഴി നിലനിർത്തുകയാണെങ്കിൽ മസിൽസ് ഗ്രോത്തും സ്ട്രെങ്ത്തും വളരെ നല്ല രീതിയിൽ ഉയർത്തിക്കൊണ്ടുപോകുന്നു. അപ്പോൾ എങ്ങനെയാണ് ഈ സപ്ലിമെന്റ് എടുക്കേണ്ടത്? ഓൺലൈനിലോ അല്ലെങ്കിൽ മാർക്കറ്റിലോ നോക്കിയ പല രീതിയിലുള്ള ക്രിയാറ്റിനെ പറ്റി അവരുടെ പ്രൊഡക്റ്റിന്റെ അഡ്വാൻറ്റേജിനെ പറ്റി പറയുന്നത് കേട്ടിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ ബെറ്റർ അബ്സോർപ്ഷൻ, ബെറ്റർ ഗ്രോത്ത് അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് റിസൾട്ട് എന്നുള്ള രീതിയിലുള്ള ഇത് നിങ്ങൾക്ക് കാണാൻ കഴിയും. എന്നാൽ റിസർച്ച് പറയുന്നത് ഏത് ക്രിയാറ്റിൻ ആയാലും, വളരെ എക്സ്പെൻസീവ് ആയ ബഫേർഡ് ക്രിയാറ്റിൻ ആയാലും മോണോഹൈഡ്രേറ്റ് ക്രിയാറ്റിൻ ആയാലും ഒരേ എഫക്റ്റേ നിങ്ങളുടെ ശരീരത്തിൽ ചെയ്യുന്നുള്ളൂ. ഇതെല്ലാം തന്നെ അത് അഡ്വർടൈസ് ചെയ്യുന്ന കമ്പനിയുടെ ഒരു ഗിമിക്കാണ്. അതിൽ വീഴാതെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ക്രിയാറ്റിൻ മോണോഹൈഡ്രേറ്റ് ആയാലും അത് മതി നമ്മുടെ ശരീരത്തിന് ഉപയോഗപ്പെടാം. ഇത് നമുക്ക് കണ്ടമാനം പൈസ ലാഭിക്കാൻ പറ്റുമെങ്കിലും ഷുവർ ഗോ ഫോർ എ ട്രസ്റ്റഡ് കമ്പനീസ് പ്രൊഡക്റ്റ്. ഇനി നിങ്ങൾ എത്ര ക്രിയാറ്റിൻ ഡോസ് ഒരു ദിവസം കഴിക്കണമെന്നുള്ളതാണ്. ഒരു റിസർച്ചിൽ 2 ഗ്രൂപ്പാക്കി ആളുകളെ തിരിച്ച് ഒരു ഗ്രൂപ്പിന് 5 ഗ്രാമും മറ്റേ ഗ്രൂപ്പിന് 3 ഗ്രാമും ക്രിയാറ്റിൻ കൊടുത്ത് പരീക്ഷണം നടത്തി. അതിൽ കൂടുതൽ എഫക്റ്റീവ് ആയത് ഈ 3 ഗ്രാം ക്രിയാറ്റിൻ കഴിച്ച ഗ്രൂപ്പിന്റേതാണ്. ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്താണ്? 3 ഗ്രാം ക്രിയാറ്റിൻ ഡെയിലി കഴിച്ചാൽ മതി ടു ഗെറ്റ് ദ ഫുൾ ബെനിഫിറ്റ്. ഇപ്പോൾ മനസ്സിലായി എത്ര ഗ്രാം ആണ് ക്രിയാറ്റിൻ ഒരു ദിവസം കഴിക്കേണ്ടിരുന്നത്. എന്നാൽ നമുക്ക് കിട്ടുന്ന സ്കൂപ്പുകൾ 5 ഗ്രാമിൻ്റെതായി. അത് നമ്മൾ 3 ഗ്രാം വെച്ച് ഉപയോഗിച്ചാൽ നമുക്ക് അതിലുണ്ടാവുന്ന ലാഭത്തെ പറ്റി നിങ്ങൾ ആലോചിച്ചാൽ മതി. 5 ഗ്രാം ഒരുമിച്ച് കഴിക്കാതെ 3 ഗ്രാം തന്നെ കഴിക്കാൻ ശ്രമിക്കുക. അതുകൊണ്ട് പൈസ ലാഭിക്കാനും കഴിയും. നിങ്ങൾ ക്രിയാറ്റിൻ ഉപയോഗിച്ച് തുടങ്ങിയാൽ അതിന്റെ ഫുൾ എഫക്റ്റ് കാണുവാൻ കുറച്ച് സമയം വേണ്ടിവരും. കാരണം ക്രിയാറ്റിൻ നമ്മുടെ ഓരോ മസിൽസിലും നിറയുവാൻ സമയമെടുക്കണം. അതിന് പറയുന്ന പേരാണ് ക്രിയാറ്റിൻ സാച്ചുറേഷൻ. ഈ 3 ഗ്രാം വെച്ച് ക്രിയാറ്റിൻ കഴിക്കുന്നതുകൊണ്ട് ഈ ഫുള്ളി സാച്ചുറേറ്റഡ് ആവാൻ മസിൽസിൽ ഇത് നിറയുവാൻ വേണ്ടി 3 മുതൽ 4 ആഴ്ചയോളം പിടിക്കും. മസിൽസ് വേഗം സാച്ചുറേറ്റഡ് ആവാൻ വേണ്ടി എടുക്കുന്ന ഒരു മെത്തേഡാണ് ലോഡിംഗ് ഫേസ്. ലോഡിംഗ് ഫേസ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് കിട്ടുന്നതായിരിക്കും. ഇതിന്റെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം 5 ഗ്രാം വെച്ച് 4 പ്രാവശ്യം ക്രിയാറ്റിൻ കഴിച്ചിരിക്കണം. അതായത് ഒരു ദിവസം 20 ഗ്രാം ക്രിയാറ്റിൻ കൺസ്യൂം ചെയ്യുകയും അത് 7 ദിവസം തുടരുകയും വേണം. 7 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം പറഞ്ഞതുമാതിരി 3 ഗ്രാം വെച്ച് ക്രിയാറ്റിൻ കഴിക്കുക. 20 ഗ്രാം വെച്ച് 7 ദിവസം നമ്മൾ ക്രിയാറ്റിൻ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മസിൽ സാച്ചുറേറ്റഡ് ആയി. അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പിന്നെ നമ്മൾ 3 ഗ്രാം വെച്ച് ഡെയിലി കഴിച്ചുകൊണ്ടിരിക്കണം. അത് നിങ്ങളുടെ ഗെയിൻ ഫാസ്റ്റ് ആക്കാൻ സഹായിക്കുന്നു. വേറൊരു മെത്തേഡ് നമ്മൾ ഈ ലോഡിംഗ് ഫേസ് വേണ്ടാന്ന് വെക്കുക എന്നുള്ളത്. അതായത് ഡെയിലി 3 ഗ്രാം വെച്ച് കണ്ടിന്യൂസ് കഴിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ 3 മുതൽ 4 ആഴ്ച അത് പിടിക്കും മസിൽ സാച്ചുറേറ്റഡ് ആവാൻ. നിങ്ങൾ തുടക്കത്തിലെ 3 ഗ്രാം കൺസ്യൂം ചെയ്ത് കൊണ്ടുപോകുക. ഇങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ക്രിയാറ്റിന്റെ ഉപയോഗം 3 മുതൽ 4 ആഴ്ച കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് അറിയാൻ കഴിയുക. നിങ്ങളുടെ മസിൽസ് പതുക്കെ സാച്ചുറേറ്റഡ് ആയിട്ട് വരികയുള്ളൂ. അതുകൊണ്ട് സെക്കൻഡ് മെത്തേഡ് കൂടുതൽ സമയമെടുക്കുന്നു. ആദ്യത്തെയോ രണ്ടാമത്തെയോ ചൂസ് ചെയ്യേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്കാണ്. ഏത് ചൂസ് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. നിങ്ങൾ ഫസ്റ്റ് മെത്തേഡാണ് ചെയ്യുന്നത് എങ്കിൽ ചിലപ്പോൾ അതിന്റെ സൈഡ് എഫക്ട് നമുക്കുണ്ടാവുന്നതാണ്. അതിൽ ചിലതാണ് ഡൈജസ്റ്റീവ് ഇഷ്യൂസ്. കാരണം നമ്മൾ കൂടുതൽ ക്രിയാറ്റിൻ അറ്റ് എ ടൈം കൺസ്യൂം ചെയ്യുന്നത് കൊണ്ടാണ്.
റിസർച്ച് പ്രകാരം നിങ്ങൾ വർക്കൗട്ടിന് ശേഷമാണ് ക്രിയാറ്റിൻ കഴിക്കണേ എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലീൻ മാസ് 1% വർദ്ധിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും പ്രീ വർക്കൗട്ട് സെഷനേക്കാൾ. ഈ 1% ഒരു ഹ്യൂജ് ഡിഫറൻസ് ഒന്നുമല്ല. അതുകൊണ്ട് നിങ്ങൾ വർക്കൗട്ടിന് മുമ്പോ അല്ലെങ്കിൽ അതിന് ശേഷമോ കഴിച്ചാൽ മതിയാവും. ഒരു റിസർച്ച് പ്രകാരം തെളിയിക്കപ്പെട്ടിട്ടുണ്ട്, നമ്മ കഫിന്റെ കൂടെ ക്രിയാറ്റിൻ കഴിക്കുകയാണെങ്കിൽ തീരെ എഫക്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് കോഫിയോ ചായയോ ഈ ക്രിയാറ്റിൻ കഴിക്കുമ്പോൾ ഉപയോഗിക്കാൻ പാടുള്ളതല്ല. കഫിൻ നമ്മുടെ ശരീരത്തിൽ ക്രിയാറ്റിന്റെ ഓപ്പോസിറ്റ് റിയാക്ഷൻ ആണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾ ചായക്കും കാപ്പിക്കും എഡിക്റ്റഡ് ആണെങ്കിൽ, അത് ഒഴിവാക്കാൻ കഴിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടത് ക്രിയാറ്റിൻ കഴിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ കോഫിയോ അല്ലെങ്കിൽ ടീയോ കഴിക്കാതിരിക്കുക. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ക്രിയാറ്റിൻ എങ്ങനെ ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് പറഞ്ഞത് ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള 3 ഗ്രാം കഴിക്കലാണ്. പല കോച്ചസും ടീം ട്രെയിനേഴ്സൊക്കെ 5 ഗ്രാം, ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ 5 ഗ്രാം, അത് കഴിഞ്ഞ് വർക്കൗട്ടിന് കിട്ടുമ്പോൾ 5 ഗ്രാം എന്നൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ സാധാരണക്കാർക്ക് ഈ മെത്തേഡ് ഫോളോ ചെയ്യുക. ഇതിനെ പറ്റി ഇനി എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദിക്കാം, അതിനുള്ള മറുപടി തരുന്നതാണ്. നിങ്ങളുടെ ബെല്ലി ഫാറ്റ് മാറ്റി 6 പാക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ കാണുക.